ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നമ്മുടെ ജോഗ്രഫിയിൽ നിന്നും എന്തായാലും ചാൻസ് കൂടുതലുള്ള കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? റെഡിയല്ലേ? നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലെ? +1 ജോഗ്രഫിയിൽ നിന്നും ഏതായിരിക്കും എസ്സേ ആയിട്ട് ചോദ്യം? നമ്മുടെ എസ്സേ മാർക്ക് എന്ന് പറഞ്ഞാൽ 4 മാർക്കാണ്. 4 മാർക്കിന് നമുക്ക് എസ്സേ വരാറുള്ളത്. ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ എല്ലാവർക്കും അറിയാലോ. അതിനു മുന്നേ നിങ്ങളെ ഒരു കാര്യം പറയട്ടെ. എജുപോർട്ട് നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ബാച്ച് 2026 to 27 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല അതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് 5499 ആണ്, ഇൻക്ലൂഡ് GST. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ +1 ആണ്, +1 കഴിഞ്ഞു അല്ലെ? എക്സാമോടെ നിങ്ങൾ +2 എന്തായാലും കിടക്കും. +2 നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ? ആ ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് A+ കൂടി അല്ലെങ്കിൽ ഫുൾ മാർക്കോട് കൂടി നിങ്ങൾക്ക് +2 പാസ്സാവണമെങ്കിൽ നിങ്ങൾ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിന്റെ അംഗമാവാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എജുപോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് എന്തുണ്ടാകും? സൂം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 350+ മണിക്കൂറുകൾ നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ ക്ലാസ്സുകൾ ലഭ്യമാണ്. അതുപോലെ PYQ സെഷൻസ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്. അതേപോലെ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. 13+ വീക്ക്ലി ടെസ്റ്റ് ഫോർ എക്സാം റെഡിനെസ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഹ്യൂമാനിറ്റീസ് തന്നെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഹ്യൂമാനിറ്റീസിലെ ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? പെട്ടെന്ന് അഡ്മിഷൻ ജോയിൻ ചെയ്യുക. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ +1 കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ലഭിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ +1 തന്നെ ഓരോ വിഷയങ്ങളുടെയും റാപ്പിഡ് റിവിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഉണ്ടാവും, ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ സെറ്റ് ആണല്ലോ? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഫസ്റ്റ്, എപ്പോഴും എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ബിഗ് ബാങ് തിയറി എന്നുള്ള ടോപ്പിക്. Explain the different stages in the development of the universe according to the Big Bang theory put forward by Edwin Hubble. അല്ലെ? എഡ്വിൻ ഹബിൾ മുന്നോട്ട് വെച്ച മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ച വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അല്ലെ, ആരാണ് ആ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നമുക്കതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അറിയാലോ എന്തൊക്കെയാണ് ഓരോ സ്റ്റേജസും എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇന്ന് നമ്മൾ കാണുന്നത് മാത്രമല്ല, അത് കാണാത്ത കാര്യങ്ങൾ എല്ലാതും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടിനി ബോൾ അല്ലെ, വളരെ ചെറിയ ഒരു പന്തിന്റെ അകത്തോട്ട് മാറ്റുന്നുണ്ട്. ആ ഒരു പന്ത് എന്ന് പറഞ്ഞാൽ, ആ ഒരു ടിനി ബോൾ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അല്ലെ, അത്രക്കും ചെറുതും അനന്തരമായിട്ടുള്ള താപവും അതുപോലെ അനന്തരമായിട്ടുള്ള വൈവിധ്യങ്ങളും നിറഞ്ഞതാണ് ടിനി ബോൾ എന്ന് പറയുന്നത്. പെട്ടെന്ന് അല്ലെ, സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? പെട്ടെന്ന് ഒരു ബിഗ് ബാങ് സംഭവിക്കുന്നു, ഒരു വലിയ വിസ്ഫോടനം സംഭവിക്കുന്നു. ആ ഒരു ചെറിയ പന്ത്, ആ ഒരു കുഞ്ഞ് ടിനി ബോൾ അതിഉഗ്രമായിട്ട് പൊട്ടിത്തെറിക്കുകയും അതിഭീമമായിട്ട് വികസിക്കുകയും അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ 1300 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സ്ഫോടനം സംഭവിച്ചത്. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിന്റെ, ഈ ഒരു യൂണിവേഴ്സിന്റെ കണ്ടിന്യൂസ്ഡ് ആയിട്ടുള്ള വികസനം. ഓക്കെ, അപ്പൊ അന്ന് തുടങ്ങി ഇപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതിങ്ങനെ കണ്ടിന്യൂസ്ഡ് ആയിട്ട് വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ബിഗ് ബാങ് സംഭവിച്ച് 3 മിനിറ്റിനകം ആദ്യത്തെ ആറ്റം അല്ലെ, ദ ഫസ്റ്റ് ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു 3 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താപം എങ്ങനെ കുറയുന്നുണ്ട്? 4500 കെൽവിൻ ആയിട്ട് അത്
താഴുന്നുണ്ട്. അപ്പൊ ആ ഒരു തിയറി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക്കാണ് ദ 3 types of seismic waves are generated by an earthquake. Which among them is most destructive? Mention its characteristics. 3 തരം ഭൂകമ്പ തരംഗങ്ങളുണ്ട്. അവയിൽ ഏതാണ് കൂടുതൽ അപകടകാരി എന്ന് എഴുതുക. അപ്പൊ ഈ ഒരു 3 മാത്രമല്ല 4 അല്ലെ, 4 വരുന്നുണ്ട്. അപ്പൊ അതും നമുക്കൊരു എസ്സേ ടോപ്പിക്കാണ്. ടെക്ടോണിക് എർത്ത്ക്വേക്സ് അല്ലെ, എന്താണത്? ഭൂമിയുടെ ഉപരിഘടനയിൽ ബന്ധപ്പെട്ട ഒരു ഭൂകമ്പമാണ്. സർവ്വസാധാരണയായിട്ട് ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു ഭൂകമ്പമാണിത് ടെക്ടോണിക് എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വോൾക്കാനിക് എർത്ത്ക്വേക്ക് ആണ്. ഓക്കെ, വോൾക്കാനിക് എർത്ത്ക്വേക്ക് സർവ്വസാധാരണമല്ല. എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഒരു എർത്ത്ക്വേക്ക്, ആ ഒരു ഭൂകമ്പം ഉണ്ടാവണമെന്നില്ല. അതെവിടെ ഉണ്ടാവുക? വോൾക്കാനിക് എക്സ്പ്ലോഷൻ പ്രൊഡ്യൂസ് വോൾക്കാനിക് എർത്ത്ക്വേക്സ്. അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനങ്ങൾ അല്ലെ, പെട്ടെന്നൊരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഈ ഒരു ഭൂകമ്പം അവിടെ ഫീൽ ചെയ്യാറുണ്ട്. They occur only in area where active volcanoes are present. സജീവ അഗ്നിപർവ്വതങ്ങളുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട്. അറിയാലോ, നമ്മുടെ നിക്കോബാർ ഐലൻഡിലുള്ള, ബാരൻ ഐലൻഡിലുള്ള അവിടെയൊക്കെ നമുക്ക് ഒരുപാട് വോൾക്കാനോസ് കാണുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയുടെ സെൻട്രൽ ഭാഗങ്ങളിൽ നമുക്ക് ഒരുപാട് വോൾക്കാനോസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ ഒരു ഭൂകമ്പങ്ങൾ കാണാറുണ്ട്. മൂന്നാമതായിട്ട് കൊളാപ്സ് എർത്ത്ക്വേക്ക് ആണ്. ഓക്കെ, കൊളാപ്സ് ഭൂകമ്പങ്ങൾ. ഇതെവിടെയാ ഉണ്ടാവുക? ഇത് ഭൂഗർഭ ഖനികളുടെ മേൽക്കുരകൾ തകർന്നു വീഴുമ്പോൾ, ഈ മൈനിങ് നടത്തുമ്പോൾ, ഖനനം നടത്തുന്ന സമയത്ത് അല്ലെ, ആളുകളെ ഭൂമിയുടെ ഉള്ളിലോട്ട് അല്ലെ, താഴെ ഭാഗത്തോട്ട് ഇറങ്ങി ചെന്നിട്ടാണ് ആ ഒരു മിനറല് അല്ലെങ്കിൽ ആ ഒരു ധാതു കളക്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചില സമയങ്ങളിൽ അവിടെ ഇതുപോലെയുള്ള എർത്ത്ക്വേക്സുകൾ അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ റീസെന്റ് നമുക്ക് നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തൊരു ഖനി തകർന്ന ഒരു ന്യൂസ് നമ്മൾ പേപ്പറിലൊക്കെ കണ്ടിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു എർത്ത്ക്വേക്ക് ആണ് കൊളാപ്സ് എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. നാലാമതായി എക്സ്പ്ലോഷൻ എർത്ത്ക്വേക്ക് ആണ്. നമ്മുടെ സ്ഫോടനം, ഇത്രയുള്ള ന്യൂക്ലിയർ അണു പരീക്ഷണങ്ങളൊക്കെ നടത്തുമല്ലോ, ആ സമയത്ത് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാരണം ഭൂകമ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് എക്സ്പ്ലോഷൻ എർത്ത്ക്വേക്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം അല്ലെ, എന്നാലും പഠിച്ചു വെക്കുക, സർവ്വസാധാരണയായിട്ട് നമ്മളെ ഭൂമിയിൽ കാണുന്നത് ഏതാണ്? നമ്മുടെ ടെക്ടോണിക് എർത്ത്ക്വേക്സ് ആണ്. അത് ഒന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ദെൻ അടുത്ത ടോപ്പിക്കാണ് എ ഷോർട്ട് നോട്ട് on the different layers of interior of the earth. ഭൂമിയുടെ ഉള്ളറയുടെ വിവിധ പാളികളെ കുറിച്ച് എപ്പോഴും മക്കളെ ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ പ്രതീക്ഷിക്കാം. നമ്മളെ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് എന്താണ് ഭൂമിയുടെ ഉള്ളറകൾ എന്നുള്ളത് അല്ലെ, അറിയാലോ, ക്രസ്റ്റ്, മാന്റില്, കോറ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇവിടെ വീണ്ടും നമ്മുടെ 3rd ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഫസ്റ്റ് നമുക്ക് ക്രസ്റ്റ് നോക്കാം, പുറന്തോട് നോക്കാം. It is the outermost solid part of the earth. It has great strength and rigidity. The thickness of the crust varies from place to place. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരാവസ്ഥയിലുള്ള, ശ്രദ്ധിക്കണം, ഖരഭാഗമാണ്, ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് എന്ത്? ക്രസ്റ്റ് അല്ലെങ്കിൽ പുറന്തോട് എന്ന് പറയുന്നത്. അതിന് നല്ല ഉറപ്പുണ്ടായിരിക്കും അല്ലെ, കാഠിന്യം ഉണ്ടായിരിക്കും. ദെൻ പുറന്തോടിന്റെ കനം എല്ലാ സ്ഥലങ്ങളും എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് ഓഷ്യന്റെ അവിടെ നോക്കിയാലും എന്തുണ്ട് അല്ലെ, താഴോട്ട് ക്രസ്റ്റ്, മാന്റിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഓഷ്യൻ ഭാഗത്ത്, സമുദ്ര ഭാഗങ്ങളില് ക്രസ്റ്റിന്റെ തിക്നെസ് എന്തായിരിക്കും? നമ്മുടെ വൻകര ഭാഗത്തിലേക്കാൾ കുറവായിരിക്കാം. Then the incontinental area, its thickness is 30 to 50 kilometer. വൻകര ഭാഗത്ത് എത്രയാണ് അതിന്റെ കനം വരുന്നത്? 30 മുതൽ 50 കിലോമീറ്റർ ആണ്. ബട്ട് ഇൻ ഓഷ്യാനിക് ഏരിയ, സമുദ്ര ഭാഗങ്ങളിൽ എത്ര കനം വരുന്നത്? 5 മുതൽ 10 കിലോമീറ്റർ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടോ അല്ലെ? 5 മുതൽ 10 കിലോമീറ്റർ തിക്നെസ് ആയിരിക്കും വൻകര ഭാഗങ്ങളിൽ, 30 മുതൽ 50 കിലോമീറ്റർ തിക്നെസ് ആയിരിക്കും ക്രസ്റ്റിന് ഉണ്ടായിരിക്കുക. ദെൻ നമ്മൾ ഈ ക്രസ്റ്റിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സിയാൽ
രണ്ട് സിമ പഠിച്ചു വെക്കുക. സിയാൽ, സിമ. സിയാൽ ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ക്രസ്റ്റ്. ദെൻ ഓഫ് sodium, potassium, aluminium, silica, oxygen, magnesium and iron. It has a density of 2.75. അപ്പോൾ സിയാൽ എന്ന് പറയുന്നത് ഭൂമിയുടെ പുറംതോടിന്റെ ഏറ്റവും ഉപരിഭാഗത്തുള്ള പാളിയാണ് സിയാൽ. അവിടെ നമുക്ക് ഏതൊക്കെ മിനറൽസ് കാണാൻ പറ്റും? സോഡിയം, പൊട്ടാസ്യം, അലൂമിനിയം, സിലിക്ക, ഓക്സിജൻ, മഗ്നീഷ്യം, ഇരുമ്പ് മുതലായവ നമുക്ക് അവിടെ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു ലെയറിന്റെ തിക്നെസ് സാന്ദ്രത ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.75 ആണ്. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും അടിയിൽ ഭൂമിയുടെ പുറന്തോടിന്റെ താഴത്തെ ഭാഗത്തുള്ള പാളിയാണ് നമ്മുടെ രണ്ടാമത്തെ ആള് സിമ. ഓക്കെ, അപ്പോ സിയാലിന് താഴെ വരുന്ന ലെയറാണ് സിമ. അവിടെ മഗ്നീഷ്യം, സിലിക്ക ധാരാളമായിട്ട് നമുക്ക് 2 മിനറൽസ് ആണ് കാണപ്പെടുന്നത്. ദെൻ നല്ല കാഠിന്യമുള്ള ഒരു ലെയറാണ്, ഒരു പാളിയാണ് നമ്മുടെ സിമ. ഓക്കെ, അപ്പോൾ സിലിക്ക, മഗ്നീഷ്യം എന്നിവ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പദമാണ് സിമ. അങ്ങനെയാണ് ആ സിമ എന്നുള്ള ഒരു വേർഡ് അല്ലെ. സിലിക്ക, മഗ്നീഷ്യ, സി, അതുപോലെ മഗ്നീഷ്യത്തിന്റെ മ, സിമ. ഓക്കെ, അപ്പൊ സിമ ചേച്ചിയും ദെൻ സിയാൽ ചേട്ടനും. അപ്പൊ അത് പഠിച്ചു വെക്ക് രണ്ടാൾക്കാരെ. അടുത്ത മാന്റിൽ ആണ് അല്ലെ. മാന്റിൽ നോക്കാം. രണ്ടാമത്തെ ലെയർ ആണ്, ക്രസ്റ്റ് കഴിഞ്ഞിട്ടില്ല. ദ എർത്ത് ക്രസ്റ്റ്, ദ സെക്കൻഡ് മേജർ സോൺ called the mantle. It is about 2900 kilometers down the center of the earth. ഭൂമിയുടെ പുറന്തോടിന്റെ രണ്ടാമത്തെ പ്രധാന മേഖലയാണ് മാന്റിൽ. ഇത് ഉപരിതലത്തിൽ നിന്നും 2900 കിലോമീറ്റർ താഴേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ലെയർ ആണ്. ദെൻ മാന്റിലിന്റെ ഉപരിഭാഗത്തിന് ദുർബലമായ ഭാഗം എന്ന അർത്ഥത്തിൽ എസ്തനോസ്ഫിയർ എന്ന് ആ ഒരു ലെയറിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യാ, ഒന്ന് നോട്ട് ചെയ്യാ കേട്ടോ. ഒരു മിനിറ്റ്. യെസ്. Then the volume by 83% of the earth is the mantle. We are not very clear about the nature and composition of the mantle. ഭൂമിയുടെ വ്യാപത്തിന്റെ 83% നമുക്ക് എവിടെയാണ് വോളിയം? മാന്റിലാണ് അല്ലെ. ദെൻ മാന്റിലിന്റെ സ്വഭാവ സവിശേഷതകളെയും ഘടനയെയും സംബന്ധിച്ച വ്യക്തമായ അറിവൊന്നും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നില്ല. ദെൻ എസ് തരംഗങ്ങൾ അറിയാലോ, പി തരംഗങ്ങളെ, എസ് തരംഗങ്ങളെ. എസ് തരംഗങ്ങൾ അയക്കുവാനുള്ള കഴിവ് ആർക്കാണ്? മാന്റിലിനാണ് ഉള്ളത്. അതെന്തുകൊണ്ടാണ്? എസ് തരംഗങ്ങൾ ഏതിലാണ് സഞ്ചരിക്കുക? ഏതിലാണ്? ഖരാവസ്ഥയിലാണ് സഞ്ചരിക്കാറുള്ളത്. ദെൻ ഭൂമിയുടെ ബാഹ്യപടലവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന മേഖലയെ നമ്മൾ എന്ത് വിളിക്കും? ലിതോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്നറിയപ്പെടാറുണ്ട്. അതിന് 10 മുതൽ 200 കിലോമീറ്റർ വരെ അതിന് തിക്നെസ് ഉണ്ടായിരിക്കും, കനമുണ്ടായിരിക്കും. ദെൻ മൂന്നാമത്തെ ലെയർ ആണല്ലോ കോർ. ഓക്കെ, കേന്ദ്രം അല്ലെങ്കിൽ ഉൾക്കാമ്പ് അല്ലെങ്കിൽ ഇന്നർ കോർ, ഔട്ടർ കോർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. The scientists could understand the existence of the core of the earthquake waves. ഭൂമിയുടെ ഉൾക്കാമ്പിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ രീതിയിലുള്ള അറിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ദെൻ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 2900 കിലോമീറ്റർ താഴെ മുതൽ ഉൾക്കാമ്പ് ആരംഭിക്കുന്നുണ്ട്. ഉൾക്കാമ്പിന്റെ പുറം ഭാഗം ദ്രാവകാവസ്ഥയിലും അതിന്റെ ഉൾഭാഗം എന്തവസ്ഥയിലുമാണ്? ഖരാവസ്ഥയിലുമാണ്. ഓക്കെ, മാന്റിലിന്റെ ഉൾക്കാമ്പും കൂടിച്ചേരുന്ന വസ്തുക്കളുടെ സാന്ദ്രത 5 ഗ്രാം അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് ആണ് കാണിക്കുന്നത്. ദെൻ 6300 കിലോമീറ്റർ താഴെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ സാന്ദ്രത ഏകദേശം 13 സെന്റിമീറ്റർ. ഇരുമ്പും നിക്കലും കലർന്ന വളരെ ഘനമുള്ള ഒരു പദാർത്ഥമാണ് ഉൾക്കാമ്പ്. ഇവിടുത്തെ മിനറൽസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അയേണും നിക്കലുമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഐഡന്റിഫൈ ദി മീറ്റിയോളജിസ്റ്റ് ഹു പുട്ട് ഫോർവേഡ് ദി
കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്തായാലും മക്കളെ എക്സാമിന് ചോദിക്കും. ഒന്നെങ്കിൽ ഈ ഒരു തിയറി എന്താണെന്നായിരിക്കും, അല്ലെങ്കിൽ ഈ തിയറി വിശ്വസിക്കാൻ അല്ലെ പരമായി കുറച്ച് എവിഡൻസുകൾ നിരത്തുന്നുണ്ട്, അതായിരിക്കും ചോദിക്കുക. രണ്ടും ഒരുമിച്ച് എന്തായാലും ചോദിക്കൂല, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഒന്നുകിൽ അതിന്റെ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ തിയറി എന്താണെന്ന് നോക്കാം. അറിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എവിഡൻസ് ബേസ്ഡില് നമ്മൾ ആ ഒരു തിയറി അല്ലെ, പാൻജിയ പന്തലാസ രണ്ട് സമുദ്രങ്ങളെയും വൻകരകളെയും ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് തെളിവുകൾ ഈ ഒരു തിയറിയിൽ പറയുന്നുണ്ട്. അറിയാലോ, റോക്സ് ഓഫ് ദി സെയിം ഏജ്. ആദ്യം എന്ത് കണ്ടെത്തുന്നുണ്ട്? മാച്ചിങ് ഓഫ് ദി കോണ്ടിനെന്റ്സുകളെ. ഇപ്പൊ ബുള്ളാർഡ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ തെക്കേ അമേരിക്ക അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഭാഗങ്ങൾ വെച്ച് ആ ഒരു മാപ്പ് അല്ലെ യോജിപ്പിക്കുന്നുണ്ട്. അതുവഴി അതിന്റെ അതിർത്തികൾ തമ്മിൽ യോജിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു തെളിവ് റോക്ക് ഓഫ് ദി സെയിം ഏജ് ആണ് അല്ലെ. ഇപ്പൊ ഒരു രണ്ട് സ്ഥലങ്ങളിലും തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒരേ പ്രായഘടനയുള്ള ശിലകൾ കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, അതേപോലെ മറ്റൊന്ന് ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ആണ് അല്ലെ. ഇപ്പൊ ഗാനയുടെ തീരങ്ങളിൽ എന്ത് കണ്ടെത്തുന്നുണ്ട്? നമ്മുടെ സ്വർണ്ണ നിക്ഷേപങ്ങൾ കാണിച്ച് ആ സ്വർണ്ണ നിക്ഷേപമുള്ള ശില അല്ലെങ്കിൽ ആ സ്വർണത്തിന്റെ ഒരു നിക്ഷേപം അവിടെ കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എവിടെയെങ്കിലും ഉണ്ടാവണം. പക്ഷെ ഒരുപാട് കിലോമീറ്റർ അപ്പുറം അല്ലെ ആഫ്രിക്കയിലാണ് അതിന്റെ ഭാഗം കണ്ടെത്തുന്നത്. പക്ഷെ ഫോസിലുകളും എന്ത് ചെയ്യുന്നുണ്ട്? തെളിവുകളായിട്ട് നിരത്തുന്നുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നും പഠിച്ചു വെക്കണം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ലൈവുകളിലൊക്കെ. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഐഡന്റിഫൈ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്, എക്സ്പ്ലെയിൻ എനി 2 ലെയർ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 അല്ലെ, അല്ലെങ്കിൽ ഫുള്ളും ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണെന്ന് അറിയാലോ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, വരട്ടെ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പൊ ഓരോന്നും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. എന്താണ് ട്രോപ്പോസ്ഫിയർ? ഏറ്റവും അവസാനത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അതിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ വരുന്നുണ്ട്. ഈ സ്ട്രാറ്റോസ്ഫിയറിനും ട്രോപ്പോസ്ഫിയറിനും ഇടയിൽ ട്രോപ്പോപോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആകാശത്തോട്ട് നോക്കുന്ന ആ ഒരു അല്ലെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ ലെയർ. അവിടെയാണ് ഒട്ടുമിക്ക ബയോളജിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജൈവിക പ്രവർത്തനങ്ങളും നടക്കുന്നത്. പ്ലെയിന് പോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എവറസ്റ്റിന്റെ അല്ലെ ആ ഒരു മുനമ്പ് നിൽക്കുന്നത്, ദെൻ മേഘങ്ങള്, മഴ ഉണ്ടാകുന്നത്, മഞ്ഞ് പെയ്യുന്നത് ഒക്കെ അല്ലെ, ഹോട്ട് ബലൂൺസ് ഒക്കെ ആ ഒരു ലെയറിലാണ്. അതിന് മുകളിൽ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ വരുന്നുണ്ട്. നമ്മുടെ ഓസോൺ ലെയർ വരുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, UV റേസിൽ നിന്നും ഭൂമിയെ അല്ലെങ്കിൽ ജീവജന്തു മനുഷ്യരെ സംരക്ഷിക്കുന്ന ലെയറാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ലെയർ. then സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ മെസോസ്ഫിയർ വരുന്നുണ്ട്, അതിന് മുകളിൽ തെർമോസ്ഫിയർ വരുന്നുണ്ട്, അതിന് മുകളിൽ എക്സോസ്ഫിയർ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ലെയേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് which is the forces affecting the velocity and direction of wind. കാറ്റിന്റെ വേഗതയെയും ദിശയെയും ബാധിക്കുന്ന ഫോഴ്സുകൾ അല്ലെങ്കിൽ ബലങ്ങൾ ഏതൊക്കെയാണ്? പ്രഷർ ഗ്രാഡിയന്റ് ഫോഴ്സ്, ഓക്കെ, മർദ്ദ വ്യത്യാസം മൂലമുണ്ടാകുന്ന ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം, കൊറിയോളിസ് ഫോഴ്സ്, ഭ്രമണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗുരുത്വാകർഷണ ബലം ഒക്കെ അതിന് എക്സാമ്പിൾ അല്ല, ഓരോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ലൈവിൽ പറയുന്നതായിരിക്കും. അടുത്തത് ക്ലാസിഫൈ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലൗഡുകൾ. അറിയാലോ ഏതൊക്കെയാണ്? വ്യത്യസ്തതരം മേഘങ്ങളെ തരം തിരിക്കുക. സിറസ് ക്ലൗഡ്, ക്യൂമുലസ് ക്ലൗഡ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, നിംബസ് ക്ലൗഡ്സ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ലൈവ് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഡിസ്ക്രൈബ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെയിൻ. ഓക്കെ, നമ്മൾ പലതരം മഴകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 3 തരം അല്ലെ മഴകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ആ ചിത്രമൊക്കെ നിങ്ങൾ വരച്ച് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അല്ലെ, ഫുള്ള് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് മഴകൾ? ഒന്ന് കൺവെക്ഷണൽ റെയിൻഫാൾ, സംവഹന വൃഷ്ടി,
ഓറോഗ്രാഫിക് റെയിൻഫാൾ, പർവ്വതവൃഷ്ടി, സൈക്ലോണിക് റെയിൻഫാൾ, ചക്രവാത വൃഷ്ടി. ഓക്കെ, അപ്പൊ എന്താണ് കോൺവെക്ഷണൽ റെയിൻഫാൾ നോക്കാം. സംവഹന വൃഷ്ടി ഡ്യൂ ടു ഇന്റൻസ് ഹീറ്റിംഗ് ഓഫ് ദി എർത്ത് സർഫസ്, അല്ലെ, ഭൂമിയുടെ ഉപരിതലത്തിൽ തീവ്രമായ ചൂട് പിടിക്കൽ മൂലമാണ് ഈ ഒരു മഴ ഉണ്ടാകുന്നത്. വാം എയർ റൈസസ് റാപ്പിഡ്ലി, കൂൾ ഫോംസ് ക്യുമുലോനിംബസ് ക്ലൗഡ്സ്, ചൂടായ വായു വേഗത്തിൽ ഉയരുമ്പോൾ അല്ല അവിടെ തണുക്കത്. ദെൻ സാധാരണ കനത്ത ഇടിയോട് കൂടിയ മഴയായിരിക്കും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് നമുക്ക് ഈ ഒരു സംവഹന വൃഷ്ടി മഴ കാണാറുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആഫ്രിക്ക ആമസോൺ ബേസിനിലെ വൈകുന്നേരങ്ങളിലുള്ള കനത്ത മഴ അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. രണ്ടാമത് ഓറോഗ്രാഫിക് റെയിൻഫാൾ ആണ്, അല്ലെ, പർവ്വതവൃഷ്ടിയാണ്. എന്ത് പർവ്വതവൃഷ്ടി, ആ പേര് തന്നെ ഉണ്ടല്ലേ, ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെയോ മലയുടെയോ ചരിവില് പെയ്യുന്ന മഴയായിരിക്കും. പർവ്വതങ്ങൾക്ക് മുകളിൽ വായു ഉയരാൻ നിർബന്ധിതമാവുകയും കാറ്റടിക്കുന്ന ഭാഗത്തെ മഴ കൂടുകയും മറുവശത്ത് ഇപ്പൊ ഒരു മൗണ്ടൻ ഏരിയ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് മഴ പെയ്യുകയും ഈ ഭാഗത്ത് മഴ പെയ്യാതിരിക്കുന്ന, അല്ലെ, അതിന് നമ്മൾ എന്ത് വിളിക്കും? റെയിൻ ഷാഡോ അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശം എന്ന് വിളിക്കാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിലെ വെസ്റ്റേൺ ഗാഡ്സിന്റെ ഒരു ഭാഗം, അല്ലെ, നമ്മുടെ തമിഴ്നാട് എന്തായിട്ട് മാറുന്നുണ്ട്? ഡ്രൈ ലാൻഡ് ആയിട്ട് മാറുന്നുണ്ട്. അവിടെ മഴ ലഭിക്കുന്നില്ല. അടുത്ത സൈക്ലോണിക് റെയിൻഫാൾ ആണ്, ചക്രവാത വൃഷ്ടി. When warm air meets cold air, അല്ലെ, ഫ്രോണ്ട് ഫോർമേഷൻ അറിയില്ലേ? ചൂടുവായുവും തണുത്ത വായു, ഇപ്പൊ നമ്മള് ഒരു പ്രദേശത്ത് ചൂടുവായുവും തണുത്ത വായുവും തമ്മിൽ ചേരുന്ന ഒരു അതിർത്തി ഭാഗം ഉണ്ടാവില്ല, കൂട്ടിമുട്ടുന്ന ആ ഭാഗം, അതിനെയാണ് നമ്മൾ ഫ്രോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചൂടുവായുവും ഉയർന്ന് തണുക്കുകയും തുടർച്ചയായ മഴ ഉണ്ടാവുകയും ചെയ്യുന്നു. മിഡ് ലാറ്റിറ്റ്യൂഡുകളിലാണ് സാധാരണയായിട്ട് ഈ ഒരു സൈക്ലോണിക് അല്ലെങ്കിൽ ചക്രവാത വൃഷ്ടി ഉണ്ടാവാറുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യൂറോപ്പിലെ സൈക്ലോൺ കൊണ്ടുള്ള മഴ, അല്ലെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക് ആണ് വിച്ച് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സാലിനിറ്റി, ലവണത്വത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സാലിനിറ്റി, ലവണത്വത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ. First one is ocean salinity on the surface of the ocean depends on evaporation and precipitation. സമുദ്രത്തിന്റെ ഉപരിതലത്തിലെ സമുദ്ര ലവണാംശം ബാഷ്പീകരണത്തെയും മഴയെയും ആശ്രയിച്ചിരിക്കുന്നു. When fresh water flow from rivers into the ocean, salinity changes. So also when freezing and thawing of ice occur at the polar region, ocean salinity changes. നദികളിൽ നിന്ന് ശുദ്ധജലം സമുദ്രങ്ങളിലേക്ക് ഒഴുകുമ്പോൾ ലവണാംശം മാറുകയും അതുപോലെ ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞ് മരവിച്ച് ഉരുകുമ്പോഴും സമുദ്രത്തിൽ ലവണാംശത്തിൽ മാറ്റം സംഭവിക്കാറുണ്ട്. മൂന്നാമത്തെ റീസൺ വിൻഡ് ആണ്, അല്ലെ, കാറ്റ് വീശുമ്പോൾ കാറ്റടിക്കുമ്പോൾ സമുദ്രത്തിൽ നിന്നുള്ള വെള്ളം മറ്റു പ്രദേശങ്ങളിലേക്ക് ഒഴുകുകയും ലവണാംശത്തെ ബാധിക്കുകയും അത് ചെയ്യാറുണ്ട്. അടുത്ത ഓഷ്യൻ കറൻസ് അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങളാണ്. ഓക്കെ, ഈ സമുദ്രജല പ്രവാഹങ്ങൾ സമുദ്രജലത്തിന്റെ ലവണാംശത്തെ സ്വാധീനിക്കാറുണ്ട്. ലവണാംശം താപനിലയും സാന്ദ്രതയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവയിൽ ഒന്നിലെ ഏത് മാറ്റവും മറ്റുള്ളവരെയും അത് ബാധിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതും രസ ടോപ്പിക്കാണ്. അടുത്തത് നമുക്കൊരു ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് ടൈഡ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് സൺ, മൂൺ, എർത്ത്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള
വിവിധ വേലികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഈ ടൈഡിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും എസ്സേ ഉണ്ടാകും കേട്ടോ. സ്പ്രിംഗ് ടൈഡ്, okay, or when a sun, moon and earth are a straight line. സൂര്യനും ചന്ദ്രനും ഭൂമിയും അല്ലെ നേർരേഖയില് നേരെ വരിയിൽ വരുമ്പോഴാണ് ഒരു സ്പ്രിംഗ് ടൈഡ് ഉണ്ടാകുന്നത്. This happens during new moons and full moon. ഇത് അമാവാസ്യവും പൗർണമി സമയങ്ങളിലാണ് സ്പ്രിംഗ് ടൈഡ് സംഭവിക്കുക. This gravitational pull of the sun and moon coming together. സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. Then it results in very high tide and very low tide. ഏറ്റവും ഉയർന്ന തിരയും ഏറ്റവും താഴ്ന്ന തിരയും ഇതുവഴി ഉണ്ടാകാറുണ്ട്. ഈ സമയത്ത് തിരയുടെ വ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതലായിരിക്കും. ഈ ഒരു ചിത്രം കണ്ടല്ലോ, നമ്മുടെ സണ്ണ് ഉണ്ട്, മൂണ് വരുന്നുണ്ട്, എർത്ത് വരുന്നുണ്ട്. നേർരേഖയിലാണ് രണ്ടും ഒരുമിച്ച് വരുന്നത്. ഈ ഒരു ചിത്രം പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല എക്സാമിന് ഈ ചിത്രം കൂടെ നിങ്ങൾ വരച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ 2 മാർക്കൊക്കെ സ്കോർ ചെയ്യാം. അടുത്ത നീപ് ടൈഡ് ആണ്. ഓക്കെ, it is the sun and moon at the right angle to the earth. സൂര്യനും ചന്ദ്രനും ഭൂമിയോട് 90 ഡിഗ്രി കോണിൽ അല്ലെ, ഇതാ ഇങ്ങനെ ഈ 90 ഡിഗ്രി കോണിൽ വരുമ്പോഴാണ് നീപ് ടൈഡ് ഉണ്ടാകുന്നത്. This happens during first quarter and third quarter phase of the moon. ഇത് ശുക്ലപക്ഷ അഷ്ടമിയും കൃഷ്ണപക്ഷ അഷ്ടമിയും സമയങ്ങളിൽ സംഭവിക്കുന്നു. The gravitational pull the sun and moon cancel which others. സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി തമ്മിൽ കുറച്ചും കൂടി പ്രവർത്തിക്കുന്നു. റിസൾട്ട് എന്തായിരിക്കും? ഇവിടെ മിതമായ ഉയർന്ന തിരയും മിതമായ താഴ്ന്ന തിരയും ഉണ്ടാകുന്നു. ഈ സമയത്ത് തിരയുടെ വ്യത്യാസം ഏറ്റവും കുറവായിരിക്കും. ഇതാണ് 90 ഡിഗ്രി പറഞ്ഞത് കേട്ടോ. സണ്ണ്, എർത്ത്, മൂണ്, ആ ഒരു ഇതും കൂടെ പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക് ആണ് വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ ഇന്ത്യ ഇൻ ഡിഫറെന്റ് ഫ്രം ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ in India. Many of its features substitute the statement through any 3 distinguished features. പല സവിശേഷതകൾ കൊണ്ടും ഇന്ത്യയുടെ പശ്ചിമ തീര സമതലവും പൂർവ്വ തീര സമതലത്തിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ അത് എന്താണ് നോക്കാം. ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. They say that coastal plains are part of the mainland which had been submerged under the sea. കടലിൽ മുങ്ങിപ്പോയ കരയുടെ ഭാഗമാണ് അല്ലെ തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. Thus we have Mazagon, Kantula, Marmagova, Mangalore and Cochin which are natural port on the west coast. മസഗോൺ, കാണ്ട്ല, മർമഗോവ, മംഗലാപുരം, കൊച്ചി തുടങ്ങിയ പശ്ചിമ തീരത്തുള്ള പ്രകൃതിദത്തമായിട്ടുള്ള തുറമുഖങ്ങളാണ്. The western coast can be divided into Kutch and Kachwa in Gujarat, Konkan coast in Maharashtra, Goan coast in Karnataka, Malabar coast in Kerala. ഓക്കെ, ദെൻ മലബാർ തീരപ്രദേശത്തിന്റെ ഒരു സവിശേഷതയുണ്ട് അല്ലെ. എന്താണത്? അവിടെ മീൻപിടുത്തത്തിനും ഉൾനാടൻ ഗതാഗതത്തിനും ഉപയോഗിക്കുന്ന ഒരുപാട് കായലുകൾ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. കേരളത്തിന്റെ പ്രധാന സവിശേഷതകളിലും വിനോദസഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്നതുമാണ് എന്ത്? കായലിലുള്ള ബോട്ട് സഫാരിയും അതുപോലെ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി കാണാനൊക്കെ ഒരുപാട് വിദേശികളും സ്വദേശികളും ഒത്തുകൂടാറുണ്ട്. അടുത്ത ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്, കിഴക്ക് തീരപ്രദേശങ്ങളാണ്. Then the eastern coastal plain is broad and has well developed deltas and rivers driving toward the Bay of Bengal from these deltas, namely deltas of Mahanadi, Godavari, Krishna, Kaveri. ഇവിടെ കിഴക്കൻ തീരപ്രദേശങ്ങൾ വീതി കൂടിയതാണ് പശ്ചിമ തീരപ്രദേശങ്ങളെക്കാൾ. അനേകം ഡെൽറ്റകൾ അവിടെ കാണപ്പെടുന്നുണ്ട്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ ബംഗാൾ
ഉൾക്കടലിലേക്ക് ഒഴുകുന്ന നദികളാണ് ഇവിടെ ഈ ഒരു ഡെൽറ്റകള് രൂപം കൊള്ളുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഹസാർഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ പ്രകൃതി ദുരന്തങ്ങളും ദുരന്ത സാധ്യതകളും. ഒന്ന് ഫ്ലഡ്. ഓക്കെ, നമുക്ക് ഏത് ഇവിടെ കൊടുക്കാം. ഫ്ലഡ് ആണ്, വെള്ളപ്പൊക്കം. ഇന്ത്യയിലെ ഏറ്റവും സാധാരണയായിട്ടുള്ളൊരു ദുരന്തമാണ് അല്ലെ വെള്ളപ്പൊക്കം എന്ന്. നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു പാസ്റ്റിലെ 2018, 19 സമയങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എക്സാമ്പിളൊക്കെ ആയിട്ട് കൊടുക്കാം. കനത്ത മൺസൂൺ മഴ, നദി കവിഞ്ഞൊഴുകൽ, അണക്കെട്ട് തകരൽ എന്നിവ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. പ്രധാന വെള്ളപ്പൊക്ക സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ അസം, ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാളിലൊക്കെ നമുക്ക് വെള്ളപ്പൊക്കങ്ങൾ കാണാറുണ്ട്. കേരളത്തിലും കണ്ടിട്ടുണ്ട്. ഉദാഹരണം 2018 കേരളത്തിലെ വെള്ളപ്പൊക്കങ്ങൾ അതുവഴി ഒരുപാട് ജീവഹാനി, വിളനാശം, സ്വത്തുനാശങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത് സൈക്ലോൺസ്, ചുഴലിക്കാറ്റുകളാണ്. ഓക്കെ, പ്രധാനമായും തീരദേശ മേഖലകളെയാണ് ഇത് ബാധിക്കാറുള്ളത്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ചുഴലിക്കാറ്റുകൾ വീശാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ചുഴലിക്കാറ്റുകൾ കാണാറുള്ളത്. ഉദാഹരണം ആംഫാൻ ചുഴലിക്കാറ്റ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അതുമായി ശക്തമായിട്ടുള്ള കാറ്റ്, കനത്ത മഴ, കൊടുങ്കാറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അടുത്ത എർത്ത് ക്യൂക്ക് ആണ് അല്ലെ, ഭൂകമ്പങ്ങളാണ്. ഇന്ത്യ യുറേഷ്യൻ ഫലങ്ങളുടെ കൂട്ടിയിടിക്കൽ കാരണം ഇന്ത്യയിൽ ഒരുപാട് ഭൂകമ്പ മേഖലകൾ ഉണ്ടായിട്ടുണ്ട്. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഹിമാലയൻ മേഖല, വടക്കു കിഴക്കൻ ഇന്ത്യ, ഗുജറാത്ത്. ഉദാഹരണമായിട്ട് ഗുജറാത്തിൽ നടന്ന 2001 ഭൂകമ്പം അല്ലെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അതിന്റെ ഫലമായിട്ട് എന്തൊക്കെ സംഭവിക്കാറുണ്ട്, എഫക്ട് ചെയ്യാറുണ്ട്? കെട്ടിട തകർച്ച, ജീവഹാനി, അടിസ്ഥാന സൗകര്യ നാശങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഡിസാസ്റ്റേഴ്സ് എന്ത് ചെയ്യുക, അവിടെ ആഡ് ചെയ്യുക. ഇതന്നെ കൊടുക്കണമെന്ന് അത് നിർബന്ധവുമില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസ്സേക്ക് അല്ലെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് ടോപ്പിക്സുകളാണ്. പഠിക്കുക. ദെൻ നമ്മൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5499 ആണ് നമ്മുടെ ഒരു 1 ഇയർ അല്ലെ നിങ്ങൾക്ക് വരാൻ പോകുന്ന 1 ഇയർ. നിങ്ങൾക്ക് 6 to 7 നിങ്ങൾക്ക് സൂപ്പർ ആക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക. ദെൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.